സംഭവം നമുക്ക് ദൃക്സാക്ഷികൾ അവിടെ പരിസരത്തുള്ള ആളുകളാണ് ഉള്ളത്. ഇപ്പം എൻ്റെ അനിയനാണ് മരണപ്പെട്ടത്. അപ്പം മകൻ അടിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളെ കുടുംബത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആരാണോ ശരിക്കും അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. അല്ല, മകൻ ഇന്നലെയും വന്നിട്ടുണ്ട്. ഇന്നലെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മയ്ക്ക് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതാണ്. അപ്പം ചില സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്ത് കയ്യബദ്ധം പറ്റി എന്ന് തോന്നിയിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ വരണമല്ലോ. അത്രയാണ് പറയാനുള്ളത്. ഇവർ തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണ്. അമ്മയും മകനും വേറെ, പിന്നെ ഇതിൻ്റെ തറവാട് വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവർ കുറച്ച് അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള ദുരൂഹത എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള അവിടെയുള്ള നാട്ടുകാർക്ക് അതിനെപ്പറ്റി ശരിക്കുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഇങ്ങനെ കുടുംബത്തിലറിയാം ഇങ്ങനെ ഇവർ വേർപിരിഞ്ഞ് നിൽക്കുകയാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് ഉപദ്രവിച്ചത്. രാത്രി 12 മണിക്ക് നിന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അല്ല, അദ്ദേഹത്തിൻ്റെ 2 പെങ്ങന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ല ഉണ്ടായിരുന്നു.